ഹായ് ഗൈസ്. ആക്ച്വലി ഇന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ ഒരു പടത്തിൻ്റെ റിലീസുണ്ട്, കണിമംഗലം കോവിലകം. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത് പോയി പടം കണ്ടതാണ്. ആക്ച്വലി എനിക്ക് പടം വർക്കായില്ല. ഓക്കെ, കുറേ കോമഡി കാര്യങ്ങളൊക്കെ, അതായത് കോമഡി ഹൊറർ കോമഡി എന്ന് പറയണം, പക്ഷേ ഹൊററാണെങ്കിലും കോമഡി ആണെങ്കിലും എനിക്ക് വർക്കായില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെന്നറിയില്ല. ഇപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായം നോക്കിയിട്ട് നിങ്ങൾ പോയി പടം കാണാണ്ടിരിക്കരുത്. നിങ്ങൾ പടം പോയി കണ്ട് നിങ്ങൾ ആണ് അത് വിലയിരുത്തേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പറയണത് നോക്കിയിട്ട് പോയി പടം കാണാതിരിക്കരുത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതായത് കഷ്ടപ്പെട്ട് കോമഡി പറയുന്നുണ്ട്, അതൊന്നും വർക്കാവണില്ല. പിന്നെ എല്ലാവരും ആക്ടിങ് ആണെങ്കിലും ഭയങ്കര, അതായത് മൊത്തം ഇൻഫ്ലുവൻസേഴ്സാണ്. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയുന്ന എല്ലാവരും ഒരു ഇൻഫ്ലുവൻസേഴ്സാണ്. പക്ഷേ അവരതിലിറക്കണ ഒരു ആക്ടിങ് സ്കില്ല് പോലും അത് ഇതിൽ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ വന്നിട്ട് ഇവൻ സിനിമ പകുതിക്ക് വെച്ച് ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിരുത്തി എന്തായാലും വന്ന് കണ്ടു. ഓക്കെ, അങ്ങനെ വിചാരിച്ചു നമ്മൾ കണ്ട്. അതിനിട്ട് തിരിച്ച് വന്നപ്പോഴും അവൻ പറയണത് ഇതിൻ്റെ പ്രൊമോഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എന്തിനാ നീ ഇടാൻ പോണേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയണ പൈസ മേടിച്ചില്ലേ, അത് നല്ല ഇത് ഇടേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും ജെന്യൂനായിട്ടുള്ളൊരു റിവ്യൂ പറയും. ഇപ്പോൾ ഞാൻ ഇത് മോശം എന്നല്ല പറയണത്, അതായത് എനിക്ക് പടം വലിയ ഇതായില്ല. അപ്പോൾ ഞാൻ പറയുന്ന നോക്കാണ്ട് നിങ്ങൾ പോയിട്ട് പടം കാണാം, നിങ്ങളുടെ ഇത് കാണാം. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. അതായത് അവരിങ്ങനെ ഇറക്കുന്നത് ഇപ്പോൾ എന്നെ പോലത്തെ ഓഡിയൻസ് ആയിരിക്കില്ല എല്ലാവരും. അപ്പോൾ ചിലപ്പോൾ എനിക്കിഷ്ടമായില്ല, ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് ഇഷ്ടമാവാം. അപ്പോൾ ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ എന്തുട്ടാ ഞാൻ കാണണ്ടെന്ന് പറയുമ്പോൾ, അതായത് ഞാൻ കാണണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ചിലപ്പോൾ ഇഷ്ടമാവുന്ന ആൾ പോയിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ആൾ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പ്രൊമോഷൻ ചാനലുകൾ, അതായത് നെഗറ്റീവ് പറയുന്നുണ്ട് പ്രൊമോഷൻ ചാനലുകൾ. ഇപ്പം ഭയങ്കര അങ്ങനെ പറയാം, ഞാൻ അധികം പറയണില്ല. അതായത് നമ്മളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറേ പേരെ ബാധിക്കും. സോ നിങ്ങൾ പോയി പടം കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാവരും പടം കാണുക, ഓരോരുത്തരുടെ അഭിപ്രായം നോക്കി പോയിട്ട് പോവാണ്ടിരിക്കുക. അതായത് ഓരോരുത്തരുടെ അഭിപ്രായം പോയി നോക്കി പടം കാണാണ്ടിരിക്കുക. അങ്ങനെയല്ല. ഓക്കെ, അതായത് ഓരോരുത്തർ പറയണത് കേട്ടിട്ട് പോയിട്ട് പടം കാണാണ്ടിരിക്കരുത്. എല്ലാവരും പോയി പടം കാണണം. അവരിപ്പോൾ ഇത്രയും ഇതൊക്കെ കൊടുത്ത് പടം ഇറക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ പോയി കാണാം, നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ പോയി കാണാം. ഓക്കെ, അല്ലാണ്ട് എന്തുട്ടാ അവൻ നെഗറ്റീവ് പറഞ്ഞു ഇവൻ നെഗറ്റീവ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് പോയി കാണാണ്ടിരിക്കരുത്. ഞാൻ ഇത് കാണരുതെന്ന് പറയണില്ല, അത് നിങ്ങൾ പോയി പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ് ഇറക്കിയെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ അങ്ങനൊന്നും പറയണ്ടല്ലോ, എന്താണിത് മോനെ. ഓക്കെ, അപ്പോൾ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജെന്യൂനായിട്ടുള്ളൊരു അഭിപ്രായം പറയാം. പിന്നെ കുറേ പേര് അങ്ങനെ വെറുതെ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് വെറുതെ ആൾക്കാർ പോകുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡായി ഓരോ ഇത് ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല എന്തിട്ടീ കിടന്ന് പറയണേ.